ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി എന്ന് കേൾക്കുമ്പോൾ മെഡിക്കൽ മേഖലയിൽ വളരെയധികം കുട്ടികൾ പോകുന്ന ഒരു പഠന മേഖലയാണ്. ലോകത്തെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള 10 ജോലികൾ എടുക്കുമ്പോൾ അതിലൊന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന തൊഴിലിടം കൂടിയാണ് ഡെൻ്റൽ സർജറി എന്ന് പറയുന്ന മേഖലകൾ. ഡെൻ്റൽ സർജറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പ്രകാരമാണ് അഡ്മിഷൻ കിട്ടുക. നീറ്റ് എക്സാമിനേഷൻ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു 520-നും 650-നും ഒക്കെ ഇടയിൽ സ്കോർ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസിങ് ആയിട്ടുള്ള ഒരു പഠനം ആണ് ആദ്യം അവർ പുലർത്തേണ്ടത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരു സബ്ജക്റ്റായിട്ട് +2 പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതുകയും നീറ്റ് എക്സാമിനേഷൻ്റെ മികച്ച സ്കോറോട് കൂടിയിട്ട് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷന് ശ്രമിക്കുകയും ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞാലും അഡ്മിഷൻ കിട്ടിയേക്കാം. അപ്പോൾ ഫീസിൽ വലിയ വർധനവുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ തയ്യാറെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന, സർക്കാർ സർവീസിലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യാൻ കഴിയുന്ന ഫോറൻസിക് പ്രവർത്തനങ്ങളെ നമ്മൾ ഫോറൻസിക് ഓഡോണ്ടോളജി എന്നാണ് വിശേഷിപ്പിക്കുക. അത്തരം മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലും ഒക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെയും അവസരങ്ങളുണ്ട്. അവിടെ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിലേക്ക് അവർക്ക് നിയമനം ലഭിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡെൻ്റൽ സർജനെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന മേഖലകൾ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഈ കോഴ്സ് വലിയ വിപുലമായ സാധ്യതകൾ തന്നെ സമ്മാനിക്കുന്നതാണ്. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ വരുന്ന പേഷ്യൻസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനും സാധിക്കും. ഒന്ന്, പ്രിവെൻറ്റീവായിട്ട് ഡെൻ്റൽ പ്രിവെൻറ്റീവ് സിസ്റ്റം ആഗ്രഹിക്കുന്ന, കാരണം പല്ലിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് റുട്ടീൻ ചെക്കപ്പ് നടത്തി മതിയായ പ്രിവെൻഷൻ സിസ്റ്റത്തിനെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വലിയൊരു കൾച്ചർ നമ്മുടെ ലോകത്തുണ്ട്. അത് ഒന്നാമത്തെ മേഖല. രണ്ടാമത്തെ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പല്ലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പല്ലെടുക്കുകയോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ഫില്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയാണ് രണ്ടാമത് വരുന്ന മേഖല. മൂന്നാമത് വരുന്ന മേഖല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കോസ്മെറ്റിക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഒരു കോസ്മെറ്റിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പല്ലുകളുടെ നിരതെറ്റിയ പല്ലുകൾ ഉള്ളത് സൗന്ദര്യ സങ്കല്പത്തിന് മോശമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഒരു സ്മൈൽ, ചിരിയിലെ അത് പോരാ, പല്ല് ഉന്തി നിൽക്കുന്നു എന്ന് തോന്നുന്നത് തൻ്റെ ചിരിയെ ബാധിക്കുന്നു, തൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ അങ്ങനെ സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പല്ലുകളുടെ ഇംപ്ലാന്റേഷൻ പോലുള്ള മേഖലകൾ, ഇതെല്ലാം ഈ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പല്ലുകൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് 2 ഉപയോഗമുണ്ട് എന്നാൽ പോലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, അപ്പുറത്ത് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെയും കൂടെ ഭാഗമാണ്. ഇപ്പോൾ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പല്ല് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും ആ വിടവ് മറയ്ക്കുന്നതിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ സൗന്ദര്യം. അപ്പോൾ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ 3 മേഖലകളും എടുക്കുമ്പോഴത്തേക്കും പ്രിവെൻഷന് വരുന്ന ചിലവല്ല ട്രീറ്റ്മെൻറ്റിന് വരിക. ട്രീറ്റ്മെൻറ്റിനേക്കാളും വളരെ വലിയ ചിലവുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് വരിക. ഇനി ഇതിൻ്റെയൊക്കെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തന മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉപരിപഠന സാധ്യതകൾ BDS 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞിട്ട് ഈ കുട്ടി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉപരിപഠന സാധ്യതകളുണ്ട്. മാസ്റ്റർ ബിരുദം എടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദന്ത സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ നിരവധി മേഖലകളിൽ നമുക്ക് ഉപരിപഠന സാധ്യതകളും ഇവിടെ ലഭ്യമാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകളിൽ MBAയും ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നോക്കാവുന്ന മേഖലയാണ്. അപ്പോൾ അങ്ങനെ ആശുപത്രികളുടെ മൊത്തം ഭരണം നിർവഹിക്കുന്ന തരത്തിൽ ഉള്ള തൊഴിലിടങ്ങളിലേക്ക് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടായിട്ട് മാറാനാണ് താല്പര്യമെങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തൊഴിലിടങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ വിശാലമായിട്ടും നമുക്ക് 2 രീതിയിലും കാണാൻ സാധിക്കും. അതായത് നമ്മൾ പഠിച്ച സബ്ജക്റ്റിനെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് റോളുകൾ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് വളരെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകൾ, അതുപോലെ തന്നെ പല്ല് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ വിശാലമായ ഒരു തൊഴിലിടം തന്നെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല
വിദേശ രാജ്യങ്ങളിലും അവസരങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സുകളുമുണ്ട്. അമേരിക്കയിലാവുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഉള്ള പരീക്ഷകൾ പാസ്സാവേണ്ടിയിരിക്കുന്നു. ന്യൂസിലൻഡിലും അതുപോലെ തന്നെ, UK-യിലും അതുപോലെ തന്നെ, ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയും നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ക്വാളിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടി നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ഡെൻ്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് അതാത് രാജ്യത്തിൻ്റെ ഡെൻ്റൽ കൗൺസിലിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് കൃത്യമായ തയ്യാറെടുപ്പോടു കൂടിയാണ് വിദേശ രാജ്യങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വിദേശ രാജ്യങ്ങളിൽ ലോകത്തെ എമ്പാടുമുള്ള തൊഴിലവസരങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും മികച്ച 10 തൊഴിലവസരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, തൊഴിൽ സാധ്യതകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാണ് ഡെൻ്റൽ സർജറി എന്ന് പറയുന്നത്. അവിടെ അനാട്ടമിയും അതുപോലെ തന്നെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഫാർമക്കോളജിയും എല്ലാം പഠിക്കുന്നുണ്ട്. ഡെൻ്റൽ സർജറി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡെൻ്റൽ ഇംപ്ലാന്റേഷൻ പഠിക്കുന്നുണ്ട്, ഫില്ലിംഗ് പഠിക്കുന്നുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള മൈക്രോബയോളജി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് ഏതാണ്ട് MBBS-ന് പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുമുണ്ട്, വളരെയധികം പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലായിട്ട് ഏറെ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് പഠിച്ച് മികച്ച തയ്യാറെടുപ്പോടുകൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന്, ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിന് വേണ്ടി വരുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ട്, വളരെയധികമുണ്ട്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇത്തരത്തിലുള്ളൊരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ള ഡോക്ടേഴ്സിന് മതിയായ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും ലോൺ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുമൊക്കെ നമ്മുടെ രാജ്യത്ത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് വിവിധ സ്ഥാപനങ്ങൾ, ബാങ്കുകളൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. എപ്പോഴും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മതിയായ എക്സ്പീരിയൻസ് നേടുക. വിദേശത്താണോ സ്വദേശത്താണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമേ തീരുമാനിക്കുക. വിദേശത്താണെങ്കിൽ ഏത് രാജ്യമെന്ന് തീരുമാനിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് നടത്തുക. ആ തയ്യാറെടുപ്പുകളുടെയൊക്കെ ഒരു അനന്തരഫലമായിട്ട് കൃത്യമായിട്ട് നല്ല ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ ഏതൊരാൾക്കും സാധിക്കുന്നൊരു മേഖലയാണ്. ഡോക്ടർ എന്ന പേരിൻ്റെ മുമ്പിലുള്ള സ്റ്റാറ്റസ് നേടിയെടുത്തുകൊണ്ട് വളരെ ഭംഗിയായ നല്ല ഒരു മാന്യമായ വരുമാനം നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതും, എന്നാൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം നൈറ്റ് ഡ്യൂട്ടി ഇല്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. പക്ഷേ ബാക്കിയുള്ള പ്രധാന മെഡിക്കൽ മേഖലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും ഉണ്ടാവും. കാരണം അസുഖം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പൊതുവേ പല്ല് ആയിട്ട് ബന്ധപ്പെട്ട ചികിത്സാ മേഖലകളിലും അതുപോലെ തന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ മേഖലകളിലും ഒക്കെ പൊതുവേ നൈറ്റ് ഡ്യൂട്ടി വളരെ കുറവായിരിക്കും. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പഠന മേഖലയാണ് ബാച്ചുലർ ഓഫ് ഡെൻ്റൽ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് അവിടെ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പാസ്സായ കുട്ടികൾക്കാണ് നീറ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ കഴിയുക. അവിടെ നമ്മളൊരു 520 മുതൽ 650 വരെയുള്ള ഒരു മാർക്ക്, കാരണം റാങ്ക് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും, ഇതിലും വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാലും ഒരു സാധാരണഗതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു റാങ്ക് പാറ്റേണിൽ വരുന്നവരെ, ഗവൺമെൻറ് കോളേജിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 900, 1000 ആ ഒരു റേഞ്ചിലൊക്കെ റാങ്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റും. കാരണം MBBS തന്നെ ഒരു 900 വരെ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ ഉറപ്പായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ, പിന്നെ ഓരോ കമ്മ്യൂണിറ്റിയെയും സംബന്ധിച്ചിടത്തോളം ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണെങ്കിൽ OBC മുസ്ലിമിൻ്റെ റേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി താഴേക്ക് വരാം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുറേ കൂടെ താഴോട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് പോകാൻ കഴിയുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. PSI മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വേണമെങ്കിൽ പഠിക്കാൻ അവസരങ്ങളുള്ളിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആർമി ഡെൻ്റൽ കോർപ്പിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു നല്ല പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് ഫോക്കസ് ചെയ്യാം. അതേപോലെ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു, സർക്കാർ ജോലിയാണെങ്കിൽ അങ്ങനെ, പ്രൈവറ്റ് ജോബാണെങ്കിൽ അങ്ങനെ, എല്ലാ സാധ്യതകളുമുണ്ട്. എനി ഡിഗ്രി എന്ന് പറയുന്ന സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതാനുള്ള അവസരങ്ങൾ, അതേപോലെ തന്നെ ഗവേഷണ മേഖലകളിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ഇൻഡസ്ട്രികളിലും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാം സാധ്യതകളാണ്. റേഡിയോളജിയും അതുപോലെ തന്നെ എക്സ്റേയും
ഒക്കെ പഠനത്തിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ, ഡെൻ്റൽ, സർജറി എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം. +2 ജോയിൻ ചെയ്ത് ബയോസയൻസ് എടുത്ത് നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് നല്ല മാർക്കോടെ നല്ലൊരു കരിയറിലേക്ക് അവർക്കും തീർച്ചയായിട്ടും എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഏറെയാണ്.